ഹരി ഓം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും വെറും കൈയോടെ പോകാൻ പാടില്ല. നമ്മുടെ കയ്യിലൊരു ഇലയിൽ ഒരു തുളസി ഇലയാണെങ്കിലും കൊടുത്താൽ മതി അവിടത്തേക്ക്. ഞാനിന്ന് കെട്ടിയ മാലയാണ്, ചെറിയൊരു മാല. അത് ഗണപതി ഭഗവാനുള്ളതാണ്. വേറൊരു മാല അമ്മയ്ക്ക് ചാർത്താൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഒരു മാല. ഈ മാല നമ്മുടെ കൈകൊണ്ട് കെട്ടിയുണ്ടാക്കി അവിടെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ദുരിതങ്ങളാണ് അതിനോടൊപ്പം മാറിക്കിട്ടുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയിട്ടുള്ള തുളസിയും അതുപോലെ ചെടികളൊക്കെ നമ്മളെക്കൊണ്ട് നടാൻ പറ്റുന്ന ചെടികളൊക്കെ നട്ടിരിക്കണം. അത് മുള്ളുള്ള റോസ മാത്രം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അത് മുള്ളുള്ള റോസ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പാടില്ല, മാറി എവിടെയെങ്കിലും നടാൻ പാടുള്ളൂ. പിന്നെ തുളസി ഇലയുടെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അധിവാസം ആ തുളസി നട്ടിരിക്കുന്നിടത്തുണ്ടാകുമെന്നാണ് ശാസ്ത്രം. അവിടെ സർവ്വദേവീ ദേവന്മാരും സന്നിഹിതരാണ്. ശുദ്ധമായിട്ട് എവിടെ തുളസിയെ പരിപാലനം ചെയ്യുന്നുണ്ടോ അവിടെ വൃന്ദാവനത്തിലെ രാധയും കൃഷ്ണനും കളിയാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സാന്നിധ്യം നമ്മുടെ എല്ലാ ഗ്രഹങ്ങളിൽ ഉണ്ടാവണം. അതിനാണ് തുളസി ഇല നട്ടു വളർത്തണം എന്ന് പറയുന്നത്. ഇതൊരു പച്ച തുളസിയാണ്, കർപ്പൂര തുളസി എന്ന് പറയും. അതാണ് ഇതിൻ്റെ ഇടയിലിട്ട് കെട്ടിയിരിക്കുന്നത്. ആ കർപ്പൂര തുളസിക്കും നല്ല സുഗന്ധമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇവിടെ നട്ടിരിക്കുന്ന തുളസിക്ക് എത്ര ഗന്ധമുണ്ടെങ്കിൽ ആ വായുവിന് തന്നെ എന്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു നൂലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിങ്ങനെ കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് അങ്ങ് കെട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് മാല ഈസി ആയിട്ടുണ്ടാക്കാം. പിന്നെ ചെടി എവിടെയൊക്കെ നടാമെന്ന് എന്നോട് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ തുളസിക്ക് നടാൻ ഉള്ള സ്ഥാനങ്ങൾ പ്രത്യേകമുണ്ട്. വീടിൻ്റെ കിഴക്കു ഭാഗത്തും വടക്കു ഭാഗത്തും മാത്രമേ തുളസി നടാൻ പാടുള്ളൂ. അല്ലാതുള്ള സ്ഥലത്ത് ഒരിക്കലും തുളസി നടാൻ പാടില്ല. പിന്നെ ഈ ഒരു ചെടി, അത് മാങ്ങ എന്നറിയുന്നതാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇതും തുളസിയിലയ്ക്ക് ഒത്തിരി കിട്ടാതെ വരുമ്പോൾ ഒരു മാല ഈ പച്ചയ്ക്ക് പകരം ഇതിനൊരു സ്മെല്ലുണ്ട്. അതിൻ്റെ ഇടയിലിട്ടിങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് കോർത്ത് വരുമ്പോൾ ആ മാലയ്ക്ക് നല്ല ഭംഗിയായിരിക്കും. അടുത്ത മാല കിട്ടുമ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ കെട്ടുന്നത്. പിന്നെ തുളസിയുടെ ഇലയുടെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസാക്കി ചേർത്ത് നിർത്തും തുളസി. ഈ പാമ്പ് തുളസി നിൽക്കുന്ന ഏറിയയിൽ വരികയില്ല. പിന്നെ തുളസിയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും 3 മുക്കുറ്റിയും 3 പേരയുടെ കിളുന്നും കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് സ്വല്പം ഇഞ്ചിയും ഒരു കറുവാപ്പട്ടയും ഉണ്ടെങ്കിൽ ഗ്രാമ്പും കൂടി ഇട്ടാൽ ഏറ്റവും നല്ലൊരു പാനീയമാണ്. അസുഖം വരാതിരിക്കാനും ജലദോഷമൊക്കെ മാറാനും ഒക്കെ നല്ല മരുന്നാണ്. ഗ്യാസും ഉണ്ടാവില്ല. നമ്മൾ അതൊക്കെ ശീലിച്ച് വേണ്ട രീതിയിൽ വിഷമില്ലാത്ത വിഷരഹിതമായ പച്ചക്കറിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ വിഷമില്ലാത്ത പൂക്കളും വിഷമില്ലാത്ത ചെടികളും നമ്മൾ വാങ്ങുന്ന വളം ഇടാൻ പാടില്ല. തുളസി ഇല പരിപാലിക്കുന്നത് വളരെ വിശേഷമാണ്. തുളസി ഇല്ലാത്ത ഒരു കർമ്മവും ഭഗവാൻ സ്വീകരിക്കുന്നില്ല എന്നാണ്. പിന്നെ തുളസി ഇല നമ്മുടെ തലയിൽ വെറുതെ പറിച്ച് ചൂടാൻ പാടില്ല. തുളസി ഇല ഭഗവാന്റെ മുന്നിൽ വിളക്കിന് മുമ്പിൽ വെച്ചതിന് ശേഷം അർച്ചന പ്രസാദത്തിലൊക്കെ കിട്ടുന്ന തുളസി ഇല നമുക്ക് തീർച്ചയായിട്ടും തലയിൽ ഉപയോഗിക്കാം. അല്ലാതെ ഡയറക്റ്റ് പറിച്ച് തുളസി ഇല തലയിൽ വയ്ക്കാൻ പാടുള്ളതല്ല. തുളസി പരിപാലിക്കുന്നതും മഹാപുണ്യമാണ്. തുളസിയില നിൽക്കുന്ന സ്ഥലം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നാണ്. സർവ്വ തീർത്ഥങ്ങളും അവിടെ സന്നിഹിതരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുളസിയിലയുടെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഏത് നല്ല പൂജയ്ക്കും തുളസിയില
എടുക്കും. അത് നല്ല തുളസി, നമ്മൾ നട്ടു വളർത്തുന്ന തുളസിയാകുമ്പം അതിന് ഭയങ്കര മാഹാത്മ്യം കൂടിയാണ്. അങ്ങനെ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുമ്പം അവരവരുടെ വീടുകളിൽ നട്ടു വളർത്തിയിരിക്കുന്ന തുളസിയിലയും തെറ്റിപ്പൂവും ഒക്കെ പറിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കൊടുക്കുവാൻ ഉള്ള ഒരു മനസ്സുണ്ടാവട്ടെ. അവിടെ ദേവനും ദേവിക്കും ഒന്നും സ്വർണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ നമ്മുടെ മനസ്സോടെ നമ്മൾ നൽകുന്ന ഒരു തുളസിയിലേക്കാണ് അവിടെ പ്രാധാന്യം. എന്നും രാവിലെ പ്രഭാത സ്നാനം ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ക്ഷേത്രത്തിൽ പോയി ചെന്ന് അവിടെ ദുർഗാക്ഷേത്രത്തിലാണെങ്കിൽ 3 വലം വെച്ചിട്ട് അമ്മയെ തൊഴുത് തീർത്ഥം വാങ്ങി ആദ്യം ഉപദേവതമാരെ എല്ലാം തൊഴണം. അവിടെ എല്ലാം തൊഴുതിട്ട് വേണം, അവസാനം വേണം പ്രധാന പ്രതിഷ്ഠയായ ദേവീദേവന്മാരെ തൊഴാൻ. തീർത്ഥം സേവിച്ചതിന് ശേഷം വന്ന് വീട്ടിൽ പാചകം ചെയ്താൽ അതിനൊരു ഭയങ്കര മാഹാത്മ്യമാണ്. അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ അടുത്ത വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. ഹരി ഓം. നമസ്തേ.